നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ചുറ്റുമുള്ളവർക്കായി, നമ്മുടെ ജോലിയെക്കുറിച്ച്, മറ്റുള്ളവരുമായി ബന്ധം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളോടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? നമ്മളെ കേൾക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ, അങ്ങനെ നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? അറിയാൻ തയ്യാറായിട്ടുണ്ടോ? ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, മൈ റെസ്പോൺസിബിലിറ്റി ടു മൈസെൽഫ്, എ സെൽഫ് കെയർ ജേണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് നമ്മളോടൊപ്പമുള്ള ഒരു യാത്രയാണ്. നമ്മളെ കേൾക്കാൻ, നമ്മളെ അറിയാൻ, നമ്മുടെ ഇമോഷൻസ് എന്താണെന്നറിയാൻ, നമ്മുടെ ഹീലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നു. നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം എപ്പോഴും ചുറ്റുമുള്ളവരോടുള്ള ബന്ധത്തിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മളോടുള്ള ബന്ധം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റിയിലുള്ള ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെ ഹീല് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണോ? നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് ഏത് ഏജുമായിക്കോട്ടെ, എത്ര വയസ്സുമായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ഉള്ളിലും ഇപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ വാശി പിടിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളില്ലേ? അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഹീൽ ചെയ്യേണ്ടതും അതിനെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതും നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഡെഫിനറ്റ്ലി നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ചെറുപ്പകാലമാണ് നമ്മുടെ ജീവിതകാലം മുഴുവനും രൂപീകരിക്കുന്നത് എന്ന് ശാസ്ത്രം വരെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഭവിച്ച പല വേദനകൾ, ചേർത്ത് നിർത്തപ്പെടാതെ പോയ പലതരം ഇമോഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അന്ന് നമ്മൾ ഏറ്റെടുത്ത പല വേദനകൾ, പലപ്പോഴും നമുക്ക് ഫുള്ളായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോയ ചില അവസരങ്ങൾ, നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസരങ്ങൾ, ഇതൊക്കെ ഇപ്പം നിങ്ങളുടെ ഈ ലൈഫിൽ, ഈ നിങ്ങൾ അഡൽട്ട്ഹുഡ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ എത്ര സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും പലപ്പോഴും പല ആളുകളുടെയും മുന്നിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തുറന്ന് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നോ പറയേണ്ട സന്ദർഭത്തിൽ നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് മൊമെൻറ്റ്സിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കടന്നു പോകും. അപ്പം നമുക്ക് കാണാൻ പറ്റും എത്രയെത്ര നമ്മളല്ലാതായി തീർന്ന, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ ഒട്ടനവധി നിമിഷങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലിരുന്ന് വേദനിച്ച ഒരാളുണ്ട്, നമ്മുടെ തന്നെ ആ കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ആ യഥാർത്ഥ സ്വയം എന്ന് നമ്മൾ പറയും, നമ്മുടെ ഒതൻറ്റിക് സെൽഫ്. അതിന് എന്നെങ്കിലും ഒരു മോചനം വേണ്ടേ? അപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ആ ഇമോഷൻസിനെ തിരിച്ചറിയുക, നമ്മളെ ഹീൽ ചെയ്യുക. എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ കടന്നു പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ കൂടി തന്നുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സത്യം അറിയാതെ പോകും. നമ്മുടെ വിധിയെ പഴിച്ചുകൊണ്ട് ആ മുറിപ്പെട്ട വേദനകളെ വീണ്ടും വീണ്ടും നമ്മുടെ ആത്മാവിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. ഈ ഒരു ലൈഫ് ഏറ്റവും സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത്, ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു നിമിഷത്തിൽ, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുൻകാല മുറിവുകളെ ഉണക്കി ആ ഒരു പേഴ്സണാലിറ്റിയെ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ ഹീൽ ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതാണ് നിങ്ങളുടെ സെൽഫ് കെയറിലുള്ള ആദ്യത്തെ കാര്യം.
നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കുഞ്ഞിനെ ഹീൽ ചെയ്ത് നിങ്ങളോടൊപ്പം കൂട്ടുക. ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ചില മൊമെൻറ്റുകളിലൂടെ കടന്നു പോകാനുള്ള ഒരവസരവുമാണ്. നിങ്ങൾ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ എത്ര ഏജ് ആണെങ്കിലും കാര്യമില്ല. 60 വയസ്സാണെങ്കിലും 70 വയസ്സാണെങ്കിലും 50 വയസ്സാണെങ്കിലും ഇനി 12 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിലും 18 വയസ്സുള്ള ഒരാളാണെങ്കിലും ജസ്റ്റ് അനലൈസ് യുവർ സെൽഫ്. ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് മൊമെൻറ്റിലൂടെ ഒന്ന് കടന്നു പോകൂ. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഈ പ്രസന്റ് മൊമെൻറ്റിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചലഞ്ചിലൂടെ ഒന്ന് കടന്നു പോകൂ. ഇതിനെല്ലാം കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ആ വേദനിച്ചിരിക്കുന്ന, കേൾക്കപ്പെടാതെ പോയ, കാണപ്പെടാതെ പോയ ആ കുട്ടിയാണ്. ആ കുട്ടിയെ നിങ്ങൾ കേൾക്കുക, കാണുക, നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെൽഫ് കെയർ ആക്ടിവിറ്റി ഇത് തന്നെയാകട്ടെ, നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ സുഖപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെ ഹീൽ ചെയ്യാനും നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കാനും നമുക്ക് ഏറ്റവും ഫലപ്രദമായി ചെയ്യാവുന്ന ഒരു പ്രാക്ടീസാണ് അഫർമേഷൻ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് അഫർമേഷൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ആ അഫർമേഷൻസ് നിങ്ങൾക്കതിൽ നിന്ന് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ എല്ലാ അഫർമേഷൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഇരുന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഹാർട്ടിൽ കൈവച്ച് ഒരു 11 ടൈംസ്, 21 ടൈംസ്, അപ് ടു 90 ടൈംസ് അല്ലെങ്കിൽ 100 ടൈംസ് ഒക്കെ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി പ്രാക്ടീസിൽ നിങ്ങൾക്കിത് ഉൾപ്പെടുത്താം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഫർമേഷൻസ് ഞാൻ പറയാം. ഐ ആം ലേണിംഗ് ടു മൈസെൽഫ് ജെന്റിലി. ഞാൻ എന്നെ സ്നേഹത്തോടെ സ്നേഹിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, ഐ ഗീവ് മൈസെൽഫ് ദ കെയർ ഐ ഓൾവേസ് നീഡഡ്. എനിക്ക് ഒരിക്കൽ ആവശ്യമുണ്ടായിരുന്ന കരുതൽ ഇന്ന് ഞാൻ എനിക്ക് തന്നെ നൽകുന്നു. മൂന്നാമത്തേത്, ഐ റിലീസ് ദ പെയിൻ ഓഫ് ദ പാസ്റ്റ് വിത്ത് കമ്പാഷൻ. കഴിഞ്ഞകാല വേദനകളെ ഞാൻ കരുണയോടെ മോചിപ്പിക്കുന്നു. അതുപോലെ ഐ ആം വർത്തി ഓഫ് പീസ് ആൻഡ് ഹാപ്പിനെസ്. സമാധാനത്തിനും സന്തോഷത്തിനും ഞാൻ അർഹയാണ്. മൈ ഇന്നർ ചൈൽഡ് ഡിസേർവ്സ് ടു ഫീൽ സേഫ് ആൻഡ് ലവ്ഡ്. എൻ്റെ ഉള്ളിലെ കുഞ്ഞ് സുരക്ഷിതത്വവും സ്നേഹവും അനുഭവിക്കാൻ അർഹയാണ്. ഐ ചൂസ് ഹീലിംഗ് എ ലിറ്റിൽ മോർ എവറി ഡേ. ഓരോ ദിവസവും ഞാൻ കൂടുതൽ സുഖപ്പെടലിനെ തിരഞ്ഞെടുക്കുന്നു. ഐ ഫോർഗീവ് മൈസെൽഫ് ഫോർ ദ ടൈംസ് ഐ ഇഗ്നോർഡ് മൈ ഓൺ പെയിൻ. എൻ്റെ വേദനകളെ അവഗണിച്ച നിമിഷങ്ങൾക്കായി ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. ഈ അഫർമേഷൻസ് ഓരോന്നുമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ച് ചാൻറ്റ് ചെയ്യണമെങ്കിൽ അറ്റ് എ ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. മോർ എഫക്റ്റീവ് ആവുന്നത് ഇതിലൊരു അഫർമേഷൻ നിങ്ങൾ എടുക്കുക, ഒരു ദിവസം അത് 21 ടൈംസ് എഴുതുക, പിന്നെ ചാൻറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനും ആ കുഞ്ഞിനെ ഹീൽ ചെയ്യാനും നിങ്ങളെ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ ഹീൽ ചെയ്യാനും അതിനെ ചേർത്ത് പിടിക്കാനും പറ്റുന്ന മറ്റൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളത്. അതിനുള്ള പ്രോംപ്റ്റായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസർ അത് നിങ്ങൾ എഴുതുക. ഇത് നിങ്ങളെ കൂടുതൽ അറിയാനായിട്ട് സഹായിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ ഡിഡ് ഐ ഫസ്റ്റ് ഫീൽ ഇമോഷണലി അൺസീൻ ഓർ അൺഹേർഡ്? എപ്പോഴാണ് എൻ്റെ വികാരങ്ങൾ കേൾക്കപ്പെടുന്നില്ലെന്ന് എനിക്ക് ആദ്യം തോന്നിയത്? രണ്ടാമത്തത്, വാട്ട് ഡിഡ് മൈ ഇന്നർ ചൈൽഡ് നീഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്? എൻ്റെ ഉള്ളിലെ കുഞ്ഞിന് ബാല്യത്തിൽ ഏറ്റവും ആവശ്യമുണ്ടായിരുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ഇൻ വാട്ട് വേസ് ഡു ഐ സ്റ്റിൽ അബാൻഡൻ മൈസെൽഫ് ഇമോഷണലി? ഇന്നും ഞാൻ എങ്ങനെ എൻ്റെ വികാരങ്ങളെ അവഗണിക്കുകയോ എന്നെ തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു? നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ വേർഡ്സ് മൈ ഇന്നർ ചൈൽഡ് ഓൾവേസ് വാണ്ടഡ് ടു ഹിയർ? എൻ്റെ ഉള്ളിലെ കുഞ്ഞ് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് മീ ഫീൽ ഇമോഷണലി സേഫ്
ആൻഡ് പീസ്ഫുൾ നൗ. ഇപ്പോൾ എനിക്ക് മാനസിക സുരക്ഷിതത്വവും സമാധാനവും നൽകുന്നത് എന്താണ്? ആറാമത്തെ ചോദ്യം, വാട്ട് പെയിൻ ഹാവ് ഐ ബീൻ സൈലൻ്റ്ലി ക്യാരിയിങ് ഫോർ ഇയേഴ്സ്? വർഷങ്ങളായി ഞാൻ നിശബ്ദമായി വഹിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്താണ്? ഏഴാമത്തത്, ഹൗ ക്യാൻ ഐ ലവിംഗ്ലി ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് ദിസ് വീക്ക്? ഈ ആഴ്ച ഞാൻ എങ്ങനെ എന്നെ കൂടുതൽ സ്നേഹത്തോടെ പരിചരിക്കാം? എട്ടാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് ഓർ കംഫർട്ട് ഡസ് മൈ ഹാർട്ട് നീഡ് ടുഡേ? ഇന്ന് എൻ്റെ ഹൃദയത്തിന് ഏത് തരത്തിലുള്ള കരുതലോ ആശ്വാസമോ ആവശ്യമാണ്? ഒൻപതാമത്തെ ചോദ്യം, ഇഫ് മൈ ഇന്നർ ചൈൽഡ് കുഡ് സ്പീക്ക് ഫ്രീലി വാട്ട് വുഡ് ദേ സേ ടു മീ? എൻ്റെ ഉള്ളിലെ കുഞ്ഞിന് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ അതെന്നോട് എന്തു പറയും? പത്താമത്തെ ചോദ്യം, വാട്ട് ഡസ് ഹീലിംഗ് മീൻ ടു മീ നൗ? ഇപ്പോൾ ഹീലിംഗ് എന്നത് എനിക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? വളരെ എഫക്റ്റീവായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാം. ഒരു ദിവസം ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി. അത് നിങ്ങളുടെ ടൈമും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ അഫർമേഷൻ ചാൻറ്റിങ്ങും ഈ ജേർണലിങ്ങും വളരെ എഫക്റ്റീവായിട്ടുള്ള 2 പ്രാക്ടീസസാണ് നമ്മളുടെ ഉള്ളിലെ കുഞ്ഞിനെ കാണാനും കേൾക്കാനും ചേർത്ത് പിടിക്കാനും നമ്മളെ നന്നായിട്ട് ഈ പ്രാക്ടീസ് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.